ഒരു ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ എന്തുകൊണ്ട് ഒരു ദിവസം മുന്നേ എടുത്തു വെക്കണമെന്ന് പറയുന്നത് കാര്യം വേറൊന്നും കൊണ്ടല്ല. ചിന്തിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മേജറായിട്ടുള്ള അസുഖങ്ങൾ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് മേജറായിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഹാർട്ട് സംബന്ധമായിട്ടുള്ള സർജറീസും കാര്യങ്ങളും, അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, വൃക്കരോഗം, ഡയാലിസിസ് ചെയ്യണ കഷ്ടം, അതിനൊക്കെ തന്നെ ലിവർ ഫങ്ഷൻസ് ഫെയിലിയർ ആയവർക്ക്, അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻറ്റ്, വെള്ളപ്പാണ്ട്, വാതരോഗം, ആമവാദം എന്ന് പറയത്തില്ലേ, അത് കണക്കുള്ള അസുഖം, സ്ട്രോക്ക് വന്ന ആൾക്ക്, ഇത്രയും കാറ്റഗറി പെടുന്ന ആൾക്കാർക്ക്, അത് കണക്കിന് മേജർ ആക്സിഡൻറ്റ്, ഒരു വണ്ടി ആക്സിഡൻറ്റ് സംഭവിച്ച ആൾക്കാർക്കൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ലെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ദിവസം മുന്നേ ഒരു ആരോഗ്യ ഇൻഷുറൻസ് നമ്മളെല്ലാവരും എടുത്തിരിക്കും. ഇനിയുള്ള കാലഘട്ടത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാതെ പറ്റത്തില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു 4 വർഷം കൊണ്ട് ഓൾമോസ്റ്റ് കേരളത്തിൽ തന്നെ എല്ലാവർക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറായി പോകുന്ന രീതിയിലാണ് നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം മുന്നേ എടുക്കുക. പണ്ട് നമ്മൾ ഒരു 10,000 രൂപ, 20,000 രൂപ, 30,000, 40,000 ഏജ് കൂടിയ ആൾക്കാർക്ക് 50,000 വെച്ചും പ്രീമിയം വർഷം തോറും അടയ്ക്കുന്ന ആൾക്കാരുണ്ട്. ആ കാലഘട്ടമൊക്കെ മാറി. ഇപ്പം നമുക്ക് പ്രതിമാസം 700, 750 രൂപ, 1000 രൂപ, ഒരു ഫാമിലിക്ക് 1400, 1500 ഒക്കെ അടച്ചുകൊണ്ട് ഒരു ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ എടുക്കാനുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എടുക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്നാ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുക? ഒരു ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് എടുത്തു വയ്ക്കുക. എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതേസമയം നമ്മൾ പോളിസി എടുത്തതിന് ശേഷമാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ഹാർട്ട് സംബന്ധമായിട്ട്, ലിവർ, വൃക്ക സംബന്ധമായിട്ട്, അതിനൊക്കെ തന്നെ ക്യാൻസർ, സ്ട്രോക്ക്, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ പോളിസി എടുത്തതിന് ശേഷമാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതാവസാനം വരെ അതിൻ്റെ കവറേജ് കിട്ടും. അപ്പോൾ ഇപ്പോഴത്തെ ഹെൽത്ത് ഇൻഷുറൻസിലെന്ന് വെച്ചാൽ നമുക്ക് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ കൂടിയുണ്ട്. അപ്പോൾ എക്സാമ്പിൾ, നിങ്ങളൊരു 10 ലക്ഷത്തിൻ്റെ കവറേജ് എടുക്കുമ്പം ആ ഫാമിലിയിലുള്ള പിന്നെ 4 പേരുണ്ടെന്നുണ്ടെങ്കിൽ 4 പേർക്കും കൂടിയല്ല 10 ലക്ഷം കിട്ടുന്ന, ആ പോളിസിയിലുള്ള ഓരോ ഇൻഡിവിജ്വലിനും 10 ലക്ഷം വെച്ച് കവറേജ് ഉണ്ടാകും. എഫക്റ്റീവ്ലി അത് ഓരോരുത്തർക്കും 10 ലക്ഷം, 4 പേരടങ്ങുന്ന കുടുംബമാണെന്നുണ്ടെങ്കിൽ 40 ലക്ഷമാണ് എഫക്റ്റീവ്ലി വരുന്നത്. അപ്പോൾ ഇതിൽ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഒരു സംഭവം കൂടെ ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ കവറേജ് എടുത്തേക്കുന്നു, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഈ അഡ്മിറ്റായ സമയത്ത് നമുക്കൊരു 5 ദിവസം കിടന്നൊരു 8-9 ലക്ഷം രൂപ ആയെന്ന് വിചാരിക്കുക സപ്പോസ്. അപ്പോൾ നമുക്ക് ഈ ഒരു 9 ലക്ഷം ആയാലും 10 നാണല്ലോ നമ്മൾ എടുത്തേക്കണം. അത് എടുത്ത എമൗണ്ട് 24 hours കഴിയുമ്പോൾ റീസ്റ്റോറായി വീണ്ടും 10 ലക്ഷം എന്നതിനോട് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പക്ഷേ ആ എമൗണ്ട്, റീസ്റ്റോറായ എമൗണ്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. 10 ലക്ഷം വരെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു വേറെ ഓപ്ഷനും ഉണ്ട്. ഈ റീസ്റ്റോറേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാലും അത് 45 days കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ റീസ്റ്റോർ ആയ എമൗണ്ട് പിന്നെ അടുത്ത ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ഈ വ്യക്തി ഒരു 5 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഒരു 10 ലക്ഷം എടുത്തു കഴിഞ്ഞാലും 10 ലക്ഷം ലിമിറ്റ് എന്ന് വിചാരിക്കുക, എടുത്തു കഴിഞ്ഞാൽ അത് റീസ്റ്റോർ ഓട്ടോമാറ്റിക്കലി ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ ആവും. പക്ഷേ ആ എമൗണ്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത 45 days കഴിഞ്ഞാൽ പറ്റുള്ളൂ. അതിനൊരു സൊല്യൂഷനാണ്, അതായത് ടോപ്പ് അപ്പ് പോളിസി എന്ന് പറയും. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഒരു 32 വയസ്സുള്ള ഹസ്ബൻഡ് വൈഫ്, അവർ ഒരു 10 ലക്ഷത്തിൻ്റെ കവറേജ് എടുത്തു, ഒരു വർഷത്തേക്ക് 12,000 രൂപ. അവർ മന്ത്ലി EMI അടച്ചു പോകുന്നുണ്ടെങ്കിൽ ഒരു വർഷം 1000 രൂപ, 1100 വരുന്നുള്ളൂ. അപ്പോൾ ഈ 12,000 രൂപ അടയ്ക്കുന്ന കസ്റ്റമർക്ക് ഒരു വർഷം അടയ്ക്കുന്ന കസ്റ്റമർ അവർ ഒരു 50 ലക്ഷത്തിൻ്റെ ടോപ്പ് അപ്പ് പോളിസി എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് 4,000 രൂപ, 3,000 രൂപ വരുന്നുള്ളൂ. അതാണ് ചിന്തിക്കാനുള്ളത്. അപ്പോൾ ഈ 10 ലക്ഷം നമ്മൾ പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ നമുക്കൊരു 20 ലക്ഷം വേണം. 10 ലക്ഷത്തിൻ്റെ കവറേജാണ്. അപ്പോൾ നമുക്ക് ഈ 10 ലക്ഷം അവിടെ ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം വരെ നമ്മൾ ഈ നമ്മുടെ ഫസ്റ്റ് പോളിസിയിൽ നിന്ന് എടുത്തു, ബാക്കിയുള്ളത് നമ്മൾ ടോപ്പ് അപ്പ് പോളിസിയിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതാണ് ടോപ്പ് അപ്പ് പോളിസി കൊണ്ടുള്ള ഗുണമെന്ന് പറയുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു പോളിസി എടുക്കുമ്പോൾ ഈ ആഡ് ഓൺ പോളിസി, ആ ടോപ്പ് അപ്പ് പോളിസി കൂടെ നമ്മൾ എടുത്ത് വയ്ക്കുക. അത് വളരെ തുച്ഛമായ ഒരു പ്രീമിയം മാത്രമേ വരുന്നുള്ളൂ. അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വലിയൊരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു നമ്മുടെ 10 ലാഖിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു സം ഇൻഷുറിൽ നിൽക്കണമെന്നില്ല. അപ്പോൾ അത് നമുക്ക് എവിടെ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും? ആ ടോപ്പ് അപ്പിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴത്തെ ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജ് ഞാൻ എടുത്തു തരാം. താഴെ കാണുന്ന നമ്പർ വിളിക്കുക. ഓക്കെ, താങ്ക് യു.